വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന 10ാം ക്ലാസ്സിലെ റിസൾട്ട് എല്ലാവർക്കും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിസൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും ഒന്നും അവരുടെ താല്പര്യത്തോടുള്ള റിസൾട്ട് ആയിരിക്കണമെന്നില്ല വന്നത്. ചിലർക്കെങ്കിലും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ റിസൾട്ട് ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടാകാം, ചിലർക്ക് കൂടിയിട്ടും ഉണ്ടാകാം. അപ്പോൾ റിസൾട്ട് കുറഞ്ഞിട്ടുള്ളവർ സ്വാഭാവികമായിട്ടും റീവാലുവേഷനെ പറ്റിയിട്ട് ചിന്തിക്കുക. അല്ലെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കുറവാണ് റിസൾട്ട്, കുറച്ചുകൂടി കൂടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റീവാലുവേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് കുറഞ്ഞെങ്കിൽ ആരും കൂടുതൽ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്കൊരു എക്സാം മാത്രമാണിത്. ഇത് കഴിഞ്ഞ് വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ റീവാലുവേഷനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, റീവാലുവേഷൻ്റെ ഡേറ്റ് അൺഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എപ്പോഴാണ് റീവാലുവേഷന് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. മെയ് 12 മുതൽ 17 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരള SLC എക്സാമിൻ്റെ റീവാലുവേഷന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ടൊക്കെ നിങ്ങളുടെ +1 അഡ്മിഷൻ പരിഗണിക്കുന്നതാണ്. അതായത് +1 അഡ്മിഷന് ശേഷമൊന്നും അല്ല റീവാലുവേഷൻ വരുന്നത്. റീവാലുവേഷൻ്റെ റിസൾട്ട് കൂടി പരിഗണിച്ചിട്ടായിരിക്കും +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മെയ് 12 മുതൽ 17 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എക്സാമിന് പരാജയപ്പെട്ടവർക്ക് എന്തുണ്ടായിരിക്കും, എക്സാം അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടായിരിക്കും. മെയ് 28 മുതൽ ജൂൺ 2 വരെയാണ് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടുവോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടേണ്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റീവാലുവേഷൻ കൊടുക്കാം. കാരണം റീവാലുവേഷൻ കൊടുത്തിട്ട് ആയിരുന്നത് A+ ആയതും അല്ലെങ്കിൽ B+ ആയിരുന്നത് ആവുന്നതൊക്കെ ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ മാർക്ക് കൂടാത്ത കേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളാണ് പരീക്ഷ എഴുതുന്നത്, മറ്റാർക്കും അതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. വെറുതെ കയറി 9 A+ ഒരു A ആണ്, എന്നാൽ പിന്നെ ആ A+ ആക്കിയേക്കാം എന്ന് പറഞ്ഞ് ആരും റീവാലുവേഷൻ കൊടുക്കണ്ട. ആ A ഗ്രേഡ് കിട്ടിയ സാധനത്തിന് A+ കിട്ടാനുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് റീവാലുവേഷനോട് ബന്ധപ്പെട്ട് പറയേണ്ടത്. പിന്നെ റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഫീസും കാര്യങ്ങളൊന്നും ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വരിട്ടില്ല. ഉടനെ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കും +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.